ആഹാ, എന്താ സ്മെൽ! എത്ര നാളായി പുട്ടും കടലും കഴിച്ചിട്ട്. ടേബിളിൽ ഇരുന്ന പാത്രം തുറന്നുകൊണ്ട് അപ്പു പറഞ്ഞു. ദേവകിയമ്മ ചിരിച്ചുകൊണ്ട് അവൻ്റെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്തു. അച്ചുമ്മ കഴിക്കുന്നില്ലേ? അവൻ്റെ അടുത്തിരിക്കുന്ന അച്ചുവിനോട് ചോദിച്ചു. അച്ചു അവൻ്റെ പ്ലേറ്റിലേക്ക് നോക്കി ഇരിക്കുകയായിരുന്നു. എനിക്കെൻ്റെ കിണ്ണൻ വാരി തരൂ. അവൾ അവർക്കടുത്തേക്ക് നടന്നു വരുന്ന ബദ്രിയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എന്നാ ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പു കൊതിയോടെ പ്ലേറ്റിലേക്ക് കടലക്കറി ഒഴിച്ചു. വേഗം വാക്കിണ്ണ, അച്ചുവിന് വിശക്കുന്നു. അച്ചു ചുണ്ടു ഉറപ്പിച്ചുകൊണ്ട് ബദ്രിയെ നോക്കി. ബദ്രി കൈ കഴുകി അവൾക്കടുത്ത് വന്നിരുന്നു. ഇന്ന് അമ്മ നേരത്തെ വന്നതുകൊണ്ട് അവൻ്റെ ദോശയിൽ നിന്ന് രക്ഷപ്പെട്ടു. ബദ്രി ചേർ വലിച്ചിട്ടുകൊണ്ട് പറഞ്ഞു. അപ്പു മുഖം കോട്ടിക്കൊണ്ട് പ്ലേറ്റിലേക്ക് മുഖം പൂഴ്ത്തി. ബദ്രി അവൻ്റെ മുഖം പൊടിച്ചുയർത്തി നോക്കി. മുഖത്ത് നീരുണ്ടല്ലോടാ, ആ ഓയിൽമെൻ്റ് എടുത്ത് പുരട്ടിക്കോണം. അവൻ്റെ മുഖത്താകെ കണ്ണോടിച്ചുകൊണ്ട് ബദ്രി ചോദിച്ചു. അപ്പു തലയാട്ടിക്കൊണ്ട് തിന്നുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ബദ്രി അച്ചുവിനെ നേരെ തിരിഞ്ഞു. കഴിക്ക്. ബദ്രി അവൾക്ക് വാരി കൊടുത്തു. അവൾ കുസൃതി ചിരിച്ചുകൊണ്ട് വാ തുറന്നു. വേഗം കഴിക്കച്ചു, എനിക്ക് കോളേജിൽ പോകാനുള്ളതാ. വാരി കൊടുത്തുകൊണ്ടിരിക്കെ അവൻ അവളോട് പറഞ്ഞു. ചായ. അവൾ ചുണ്ടു ഉറപ്പിച്ചോട് പറഞ്ഞു. ബദ്രി ചിരിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ഗ്ലാസ് ചേർത്ത് വെച്ചു. കിണ്ണാ. പോകാൻ വേണ്ടി ഒരുങ്ങി ഷർട്ട് മാറ്റിക്കൊണ്ടിരിക്കെ വാതിൽക്കൽ നിന്ന് അച്ചു വിളിച്ചു. എന്താണാവോ? ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് അവൻ മുഖം ചരിച്ച് അവളെ നോക്കി. ആ കുഞ്ഞു മുഖത്ത് കുസൃതി നിറഞ്ഞു നിൽക്കുന്നത് അവൻ കണ്ടു. ഒരു ചുവന്ന പട്ടുപാവടായിരുന്നു അവളുടെ വേഷം. നനഞ്ഞ മുടി അഴിച്ചിട്ടിട്ടുണ്ട്. എന്താണ് അച്ചുട്ടാ ഒരു കള്ളത്തരം? ചിരിയോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. കള്ളച്ചിരിയോടെ തലയാട്ടിക്കൊണ്ട് അവൾ മുന്നോട്ട് വന്നു. രണ്ടു കൈയും പുറകിലേക്ക് കെട്ടിക്കൊണ്ടായിരുന്നു അവൾ അവൻ്റെ മുന്നിൽ വന്ന് നിന്നത്. ബദ്രി അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവളുടെ ഇരു തോളിലും കൈവച്ച് നെറ്റിയിൽ നെറ്റിമുട്ടി. കിണ്ണാ. എന്തോ? എന്നാ. അവൾ ചിരിച്ചുകൊണ്ട് കയ്യിലുള്ള ചെമ്പരത്തിപ്പൂ അവന് നേരെ നീട്ടി. എനിക്കാണോ? അച്ചു കിണ്ണന് മാത്രമേ തരൂ. എന്നാ പിടിച്ചോ. അവൾ വീണ്ടും അവന് നേരെ നീട്ടി. അവൻ ചിരിച്ചുകൊണ്ട് അത് വാങ്ങാൻ നോക്കി. അച്ചു കുറുമ്പോടെ അത് മാറ്റിപ്പിടിച്ചു. ആഹാ, എനിക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട്. അച്ചുവിനൊരു ഉമ്മതാ. എന്നാ തരാം. അവൾ ചിണുങ്ങി. ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ അവന് തോന്നി. അവളെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ച് ആ നെറ്റിയിൽ ഒന്ന് മുട്ടി. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. തന്നോടുള്ള സ്നേഹക്കടലാണ് ആ ഉണ്ടക്കണ്ണുകൾ. ആ കടലിൽ അലയടിക്കുന്ന ഓരോ തിരകളും ഹൃദയത്തെ വാരി പുണരുന്നതുപോലെ അവന് തോന്നി. അവൻ അവളുടെ ചുവന്ന കവിളിൽ തലോടി. തന്നെ ഭ്രാന്തമായി പ്രണയിക്കുന്ന ഒരു ചെമ്പരത്തിപ്പൂവ്. അകരം കൊണ്ട് വെട്ടിമാറ്റും തോറും അരികിലെന്ന പോലെ തഴച്ചു വളരുന്ന വിപ്ലവകാരി ചെമ്പരത്തിപ്പൂവ്. എന്താ കിണ്ണ നോക്കണേ? അവൾ നിഷ്കളങ്കതയോട് ചോദിച്ചു. എൻ്റെ അച്ചുട്ടി ദേ പൂ പോലെ ചുവന്ന സുന്ദരിയാണല്ലോ എന്ന് ഓർത്തു നോക്കിയതാ. ബദ്രി അവളുടെ മുഖത്തേക്ക് വീണുകിടന്ന മുടിയിഴകളെ മാടിയൊതുക്കി. അവൾ ചുവന്ന നിറമുള്ള പാവാട വിടർത്തി കാണിച്ചു. ചോപ്പ് പാവാടയാ. പാവാട പിടിച്ചുകൊണ്ട് അവൾ വട്ടം കറക്കി. കാലിലെ കൊലുസ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അവളോടൊപ്പം. ബദ്രി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു, എന്തിനെന്നു പോലും അറിയാതെ. പോയിട്ട് വരാട്ടോ. ദേവുമേ ബുദ്ധിമുട്ടിക്കരുത്, നല്ല കുട്ടിയായിട്ട് ഇരിക്കണം. ഇറങ്ങാൻ നേരം അച്ചൂരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. കിണ്ണൻ വേഗം വന്നാ മതി. കിണ്ണനില്ലിൽ അച്ചൂര് സങ്കടാ. കണ്ണീന്ന് വെള്ളം വരും. അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ ആ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. ബദ്രി വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടി. ഞാൻ വേഗം വരാം. എൻ്റെ അച്ചു നല്ല മിടുക്കിയായിരിക്കണം. ഡാ, നിന്നോടും കൂടെയാ. അപ്പുവിനെ നോക്കി അവൻ നേർത്ത ശകാരത്തോടു കൂടി പറഞ്ഞു നിർത്തി. അപ്പു ഫോണിൽ നോക്കിക്കൊണ്ട് തലയാട്ടി. ബദ്രി ദേവകിയമ്മയോട് പറഞ്ഞ് കോളേജിലേക്ക് പുറപ്പെട്ടു. വീട്ടിലെത്തിയത് മുതൽ അമ്മാളു കിളി പോയ മട്ടാണ്. മനസ്സിൽ ശങ്കറും അവൻ പറഞ്ഞ വാക്കുകളും ഇപ്പോഴും ഇഷ്ടമാണ്. ഓർക്കുമ്പോൾ ആകെ ഒരു മരവിപ്പ്. അവൻ്റെ നോട്ടങ്ങളും ഇടക്ക് തനിക്ക് സമ്മാനിക്കുന്ന പുഞ്ചിരികളും എല്ലാത്തിലും അന്ന് ആദ്യമായി അവൾ പ്രണയം കണ്ടു. ഋതുവിനോടാണ് അവൻ കൂട്ട്. എങ്കിലും തന്നെ എപ്പോഴും ഒറ്റയ്ക്കാക്കാതെ അവരുടെ കൂടെ ശങ്കർ കൊണ്ടുപോകാറുണ്ട് എന്നവൾ ഓർത്തു. ഋതുവിന് എന്തു വാങ്ങിക്കൊടുക്കുമ്പോഴും അതുപോലെ ഒന്നല്ലേൽ അതിനേക്കാൾ നല്ലത് തനിക്കവൻ വാങ്ങി തന്നിരുന്നു. അപ്പോഴുള്ള കുസൃതി നിറഞ്ഞ അവൻ്റെ നോട്ടങ്ങളും ചിരിയും എല്ലാം അവളുടെ കൺമുന്നിൽ മിന്നിമാഞ്ഞു. ഹൃദയം വല്ലാതെ മിടിക്കുന്നു. ഉണ്ണിയേട്ടന് തന്നോട് പ്രണയമായിരുന്നോ? ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരിക്കലും ചിന്തിക്കാത്ത ഒന്ന്.
കണ്ണേട്ടനോടുള്ള തൻ്റെ നിശബ്ദ പ്രണയം ആദ്യം പറഞ്ഞത് ഉണ്ണേട്ടനോടായിരുന്നല്ലോ. ആ ദിവസം അവൾ മനസ്സിലോർത്തു. തന്നോടെന്തോ പറയാൻ സന്തോഷത്തോടെ വന്ന അവൻ്റെ മുഖം തൻ്റെ ഇഷ്ടം അറിഞ്ഞതോടെ വാടിയതിനർത്ഥം പ്രണയമായിരുന്നു. അന്ന് ശ്രദ്ധിക്കാതെ പോയ അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ ഇന്ന് മറ്റെന്തിനേക്കാളും തെളിച്ചത്തോടെ തിളങ്ങി നിൽക്കുന്നു. അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. എന്തു പറയണം അവനോട്? അങ്ങനെ ഒരു സ്ഥാനം കൊടുത്തിട്ടില്ലെന്നോ? ഇപ്പോഴും മനസ്സിൽ കണ്ണേട്ടനെ ഇഷ്ടമാണെന്നോ? അവളുടെ മനസ്സ് കലങ്ങി മറഞ്ഞു. നെഞ്ചിനുള്ളിൽ ഒരു പിടച്ചിൽ. ഇനി അവൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നതോർത്ത് അവൾക്ക് ലജ്ജ തോന്നി. തലേണയിൽ മുഖം അമർത്തി കിടന്നു. ഇരുട്ട് നിറഞ്ഞ ആ മുറിക്കുള്ളിൽ ശേഖരൻ നിരാശയോടെ ഇരുന്നു. മനസ്സിൽ തൻ്റെ മകളുടെ മുഖം മാത്രമാണ്. ദിവസങ്ങൾ എത്ര കഴിഞ്ഞു? ഇനി എത്ര നാൾ ഇവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കും? വയ്യ. മനസ്സും ശരീരവും ഒരുപോലെ തളർന്നു പോയിരുന്നു ആ വൃദ്ധൻ്റെ. അടുത്തുള്ള അമ്പലത്തിൽ നിന്നുള്ള ഭക്തിഗാനം നിലച്ചു. നടയടച്ചെന്ന് അയാൾക്ക് മനസ്സിലായി. ദൈവമേ, എൻ്റെ കുഞ്ഞിനെ കാത്തോളണേ ഭഗവതി. ഓരോ നിമിഷവും അയാൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. കണ്ണുകൾ ഇറുക്കിയടച്ചു. അയാളുടെ മനസ്സിലേക്ക് മഴയുള്ള ആ രാത്രി കടന്നു വന്നു. ഒപ്പം തൻ്റെ ഉറ്റ സുഹൃത്തിനെയും അവൻ്റെ കയ്യിലെ കുഞ്ഞിനെയും. ജനിച്ചിട്ട് മണിക്കൂറുകൾ മാത്രമായ ഒരു പെൺകുഞ്ഞ്. മഹേന്ദ്രൻ, തൻ്റെ എല്ലാമായവൻ. ഓർത്തപ്പോൾ ശേഖരൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അന്ന് തൻ്റെ വിവാഹരാത്രിയായിരുന്നു. നവവധുവിനെയും പ്രതീക്ഷിച്ച് അലങ്കരിച്ച മണിയറക്കുള്ളിൽ ഇരിക്കുമ്പോഴാണ് ഉമ്മറത്തെ വാതിലിൽ ആരോ മുട്ടിയത്. ഈ രാത്രി ഇതാരാ? ശേഖരൻ ഒന്ന് മടിച്ചു. പുറത്ത് ശക്തിയായി മഴയും. അയാൾ ചെന്ന് ഡോറ് തുറന്നു. മഹി. മഴ നനഞ്ഞ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന മഹേന്ദ്രനെ കണ്ട് ശേഖരൻ അമ്പരന്നു. കയ്യിൽ തുണിയിൽ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന പൊടിക്കുഞ്ഞ്. മഹി, എന്താടാ? അയാൾ മുന്നോട്ട് വന്ന് ചോദിച്ചു. മഹി തളർന്നു പോയിരുന്നു. കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരിക്കുന്നു. കാലുകൾ നിലത്തുറക്കുന്നില്ല. ശേഖരൻ വിറക്കുന്ന കൈകളോടെ അയാളെ പിടിച്ചു തിരിച്ചു നിർത്തി. രക്തം നിലത്തേക്ക് ഉറ്റി വീണു. കത്തി കുത്തി കയറിയിരിക്കുന്നു. മഹി, അയാൾ തളർച്ചയോടെ വിളിച്ചു. മഹി വേച്ചുപോയി. അയാളുടെ കയ്യിലെ കുഞ്ഞ് കരയാൻ തുടങ്ങി. ശേഖരൻ തളർന്നുപോയി. ശരീരം വിറച്ചുപോയി. മഹി, എന്താടോ ഇതൊക്കെ? സരയുയുടെ കുഞ്ഞ്. അയാളുടെ ശബ്ദം വിറച്ചു. മഹി കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് അയാളുടെ തോളിലേക്ക് ചാഞ്ഞു. ശേഖര, എന്താടാ? ശേഖരൻ കരഞ്ഞുപോയിരുന്നു. അവർ ചതിച്ചു. എൻ്റെ സരയു. അവൾ പോയി. മഹിയുടെ ശരീരം തളർന്നു. ശേഖരൻ അയാളുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി പിടിച്ചു. മഹി, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാടാ. വേണ്ടടാ. നീ എൻ്റെ കുഞ്ഞിനെ നോക്കണം. അവളെ ലാളിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമില്ലടാ. പൊന്നുപോലെ നോക്കണം. വിശ്വസിച്ചേൽപ്പിക്കാൻ നീയല്ലാതെ ആരുമില്ല എനിക്ക്. അപ്പോഴേക്കും അയാളുടെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു. മഹി. ആ മഴയിൽ ശേഖരൻ്റെ ശബ്ദം മുങ്ങിപ്പോയി. കയ്യിലിരുന്ന് കുഞ്ഞ് കരയാൻ തുടങ്ങിയിരിക്കുന്നു. മഹി. അയാൾ ഓർമ്മകളിൽ നിന്ന് ഞെട്ടിയുണർന്നു. ചുറ്റും നോക്കി. തലക്ക് കൈ കൊടുത്തിരുന്നു. നമ്മുടെ അച്ചുവിനെ എനിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലടാ. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അയാൾ സ്വയം വേദനിച്ചുകൊണ്ട് പറഞ്ഞു. നാശം. കാറിന് ഓഫാവാൻ കണ്ട നേരം. ഡോക്ടർ രേണുക ദേഷ്യത്തോടെ കാറിൽ നിന്ന് പുറത്തിറങ്ങി. ചുറ്റും ഇരുട്ട് വീണിരുന്നു. ഫോൺ എടുത്ത് അവർ ആർക്കോ വിളിച്ചു. കാള് ബിസിയായിരുന്നു. റോഡിലൂടെ പോകുന്ന ആളുകൾ അവരെ ഒഴിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. വീണ്ടും ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഭയത്തോടെ ചുറ്റും നോക്കി. ബൈക്കിൽ പോകുന്നവർ അശീലം വിളിച്ചു പറയുന്നത് കേട്ട് അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. ആരൊക്കെയോ അടുത്തേക്ക് വരുന്നു. അവളുടെ നെഞ്ച് ഒന്ന് കാളി. പേടിയോട് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നടന്നു. പുറകിൽ ആരൊക്കെയോ വരുന്നുണ്ടെന്നറിഞ്ഞ് നടത്തത്തിൻ്റെ സ്പീഡ് കൂട്ടി. പെട്ടെന്ന് മുന്നിൽ ഒരു വണ്ടി വന്ന് നിന്നു. പിടച്ചിലോടെ അവർ മുന്നോട്ട് നോക്കി. ജിപ്സിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ബദ്രിയെ കണ്ടപ്പോൾ ആശ്വാസവും അതിനോടൊപ്പം പേടിയും വന്നു. പ്ലീസ് രക്ഷിക്കണം. വെപ്രാളത്തോടെ പുറകിലേക്ക് നോക്കി അവൾ പറഞ്ഞു. ബദ്രി മുഖം ചെരിച്ച് പുറകിലേക്ക് നോക്കി. പിന്നാലെ വന്നവരെല്ലാം ഓടി അകന്നു. ഡോക്ടറെ ഞാനൊന്ന് കാണാനിരിക്കുമായിരുന്നു. അവൻ അവളെ എന്തോ അർത്ഥം വെച്ച പോലെ നോക്കി. രേണുക ഭയത്തോടെ അവനെ നോക്കി. എന്തു ചെയ്യണം എന്നറിയാതെ. കയറിക്കോ. 30-നോടടുത്ത സുന്ദരിയായ ഡോക്ടർ ഇങ്ങനെ പാതിരാത്രി ഇറങ്ങി നടന്നാൽ ഇതൊക്കെ ഉണ്ടാവും. എവിടെ വിടാണ്ടെന്ന് പറഞ്ഞാൽ മതി. ബദ്രി ഭാവമാറ്റമില്ലാതെ പറഞ്ഞു.
രേണുക ഒന്ന് ചിന്തിച്ചു നിന്നു. പിന്നെ ജിപ്സിലേക്ക് കയറി. അവളെ ഒന്ന് നോക്കിയ ശേഷം ബദ്രി ജിപ്സി മുന്നോട്ടെടുത്തു. ആർക്കില്ലാത്ത ഗർഭമുണ്ടാക്കിയുള്ള വരവാണ്. ഏറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൻ ചോദിച്ചു. അവൾ വെട്ടിവിയർത്തു. അത് 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 ഞാൻ അന്ന് അവളുടെ ശബ്ദം മുറിഞ്ഞു. ബദ്രി അത് കേട്ടതായി ഭാവിച്ചില്ല. എത്ര തന്നു ദത്തൻ സർ? ഡ്രൈവിങ്ങിനിടയിൽ അവൻ വീണ്ടും ചോദിച്ചു. രേണുക അവനെ നോക്കി. മടിക്കേണ്ട, പറഞ്ഞു ഡോക്ടറെ, ഞാൻ ഒന്നും ചെയ്യത്തില്ല. പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു. 5 ലക്ഷം വിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ബദ്രി പുച്ഛത്തോടെ ചിരിച്ചു. 2 വാക്ക് പറയാൻ 5 ലക്ഷം രൂപ. കൊള്ളാം. പറയുമ്പോഴും അവൻ മുന്നോട്ട് നോക്കുമായിരുന്നു. രേണുക മുഖം താഴ്ത്തിയിരുന്നു. സ്ഥലം എത്തിയപ്പോൾ രേണുക ഇറങ്ങി. ബദ്രിയെ നന്ദിപൂർവ്വം നോക്കി. ഒന്ന് നിന്നേ. തിരിഞ്ഞു നടന്നവൾ അവന്റെ വിളി കേട്ട് നിന്നു. ഒറ്റ ഡയലോഗ് കൊണ്ട് ഡോക്ടർ എന്റെ 2 ദിവസത്തെ ഉറക്കം കളഞ്ഞു. മുഖമടച്ചെന്ന് തരാൻ അറിയാഞ്ഞിട്ടല്ല, എന്റെ സംസ്കാരം അതല്ല. ഇനി എന്റെ മുന്നിൽ വരാതിരിക്കാൻ നോക്കും. മുറുകിയ ശബ്ദത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ ജിപ്സി മുന്നോട്ടെടുത്തു. ഇച്ചുക്ക. പ്രണയവേഴ്ചയുടെ ആലസ്യത്തിൽ നിന്ന് മുക്തിയാകാതെ അവന്റെ നെഞ്ചോരം ചേർന്നു കിടന്നവൾ വിളിച്ചു. അവളുടെ മുടയിലുകളെ വിരലോടിച്ചുകൊണ്ട് അവൻ വിളി കേട്ടു. ഞാനൊരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? അതോ, കണ്ണേട്ടൻ്റെയും അച്ചുവിൻ്റെയും കല്യാണം. ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അത് കേട്ട് ഇച്ചുവും ചിരിച്ചു. കണ്ണേട്ടന് ഇഷ്ടമാണോ അവളെ? പിന്നല്ല, ഇപ്പോൾ അവൻ്റെ ഭ്രാന്ത് തന്നെ അവളാണ്. ചില സമയത്ത് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇച്ചു ചിരിയോടെ നൈഷുവിനെ ചേർത്ത് പിടിച്ചു. ഇതേ സമയം റൂമിൽ ബദ്രിയുടെ നെഞ്ചിൽ ചാരിക്കിടന്ന് കയ്യിലെ പാവക്കുട്ടിക്ക് കണ്ണെഴുതി കൊടുക്കുമായിരുന്നു അച്ചു. കൊള്ളാവോ കിണ്ണ? അവൻ മുഖം ചരിച്ചവളെ നോക്കി. ബദ്രിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ തലയാട്ടി. ശരിക്കും കൊള്ളാവോ? ഏയ്, എൻ്റെ അച്ചൂട്ടിയുടെ അത്ര പോരാ. നീയല്ലേ ചുന്ദരി? അവളുടെ കവിളിൽ നുള്ളിക്കൊണ്ട് അവൻ പറഞ്ഞതും അച്ചു കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. ആണോ? അവൻ പുഞ്ചിരിയോടെ മൂളി. അവൻ്റെ കവിളിൽ ഒന്നമർത്തിക്കൊണ്ട് അവൾ ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാരി കിടന്നു.